യുവാവിന് കോടികളുടെ ആസ്തിയുണ്ട്. പക്ഷേ തന്റെ സഹോദരന്റെ മന്ദബുദ്ധിയായ ഫിയാൻസിയുമായി അയാൾ പ്രണയത്തിലാവുന്നു. മന്ദബുദ്ധിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വിസമ്മതിക്കുന്ന സഹോദരന് വേണ്ടിയിട്ട് ആ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യാനായി അയാൾ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നു. പക്ഷേ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ സഹോദരനും യുവാവും കൂടെ അവൾ വളരെ സുന്ദരിയാണെന്ന് കണ്ടെത്തുന്നു. യുവാവ് ഈ സമയത്ത് തന്റെ സഹോദരനോട് പറയുന്നു അവൾ കാണാൻ വളരെ സുന്ദരിയാണെന്ന്, അതുകൊണ്ട് തന്നെ ഒരു മന്ദബുദ്ധിയായ അവളെ വിവാഹം കഴിക്കാൻ താൻ തയ്യാറാണെന്ന്. പക്ഷേ ഈ സമയത്ത് യുവാവ് പറയുന്നുണ്ട് ഇനി മുതൽ അവൾ എന്റെ പെണ്ണാണെന്ന്. ശരിക്കും ഈ പെൺകുട്ടി ഒരു മന്ദബുദ്ധിയല്ലായിരുന്നു, മന്ദബുദ്ധിയായി അഭിനയിക്കുക മാത്രമാണ് അവൾ ചെയ്തത്. അവളുടെ മുത്തശ്ശൻ മരണം കാത്തു കഴിഞ്ഞിരുന്ന സമയത്ത് അവളുടെ പേരിൽ എല്ലാ സ്വത്തുവകകളും എഴുതി വെക്കുന്നു. അസുഖം മൂർച്ഛിച്ച് പെൺകുട്ടിയുടെ മുത്തശ്ശൻ അങ്ങനെ മരണപ്പെടുന്നു. സ്വത്തുവകകൾ കൈക്കലാക്കാനായി അവളുടെ രണ്ടാനമ്മയും കുടുംബാംഗങ്ങളും അവളെ ഒരു മുറിയിൽ അടച്ചിടുന്നു. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി പെൺകുട്ടി ആവട്ടെ ഒരു മന്ദബുദ്ധിയായി അഭിനയിക്കുന്നു. ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനായി അവൾ യുവാവിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നു. അവൾ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ ചെന്നെത്തുന്നു. ആ യുവാവ് ആദ്യ കാഴ്ചയിൽ തന്നെ ആ പെൺകുട്ടിയുമായി പ്രണയത്തിലാവുന്നു. ഉടനടി തന്നെ യുവാവ് തന്റെ സഹോദരനോട് ഈ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. യുവാവിനെ പേടിയായിരുന്ന സഹോദരന് അത് സമ്മതിക്കാതെ വേറെ മാർഗമില്ലായിരുന്നു. പക്ഷേ പെൺകുട്ടിയുടെ രണ്ടാനമ്മ കരുതിയത് അവരുടെ സ്വന്തം മകൾക്ക് വേണ്ടിയിട്ടാണ് ആ യുവാവ് അങ്ങോട്ടേക്ക് എത്തിയതെന്ന്. ഈ സമയം കൊണ്ട് തന്നെ യുവാവ് അവളെ അവളുടെ മുറിയിലേക്ക് എത്തിച്ചിരുന്നു. ഉടനടി തന്നെ അവളുടെ രണ്ടാനമ്മയുടെ മകളാവട്ടെ പെൺകുട്ടിയോട് വളരെ സ്നേഹമുള്ളതായും അവളെ നല്ലപോലെ കെയർ ചെയ്തോളാമെന്നും യുവാവിനോട് പറയുന്നു. എന്നാൽ യുവാവ് മുറിവിട്ട് പോയതിനു ശേഷം ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം അവളോട് വീട്ടിന് വെളിയിലേക്ക് ഓടിപ്പോവാൻ ഇനി മേലാൽ ശ്രമിക്കരുതെന്ന് ആജ്ഞാപിക്കുന്നു. രണ്ടാനമ്മയുടെ മകൾ മുറിവിട്ട് പോയതിനു ശേഷം പെൺകുട്ടിയാവട്ടെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു തൂണിലേക്ക് പിടിച്ചു നിൽക്കുന്നു. യുവാവ് തീർച്ചയായും പുറത്ത് തന്നെ കാണുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവളടുത്ത് ചാടരുത് എന്ന് അയാൾ പറയുന്നുണ്ടെങ്കിലും അവൾ ഉടനടി ചാടുന്നു. കൃത്യമായ സമയത്ത് അയാൾ അവളെ താങ്ങി പിടിക്കുന്നുണ്ട്. അവിടെ നിന്ന് പെൺകുട്ടിയെ സുരക്ഷിതമായി അവളുടെ മുറിയിൽ എത്തിക്കാനായി പോയപ്പോഴാവട്ടെ അവളുടെ മുറി പുറത്തു നിന്ന് പൂട്ടിയിരിക്കുന്നതായി അയാൾ കണ്ടെത്തുന്നു. അവൾ അവിടെ നല്ല രീതിയിലല്ല ജീവിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. ശരിക്കും ഇത് പെൺകുട്ടിയുടെ ഒരു പദ്ധതിയായിരുന്നു. യുവാവിനെ ഉപയോഗിച്ച് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനായി പെൺകുട്ടി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു.